അംഗനവാടി ജീവനക്കാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരെന്ന് പി രാജീവ് സഭയിൽ പറഞ്ഞു. ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ സംഘടനയുമായി ചർച്ച ചെയ്ത് ധാരണയിൽ എത്തിയതാണ്. 4500 രൂപയാണ് ഓണറേറിയം കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ 60% കേന്ദ്രവും 40% കേരളവുമാണ് നൽകുന്നതെന്നും പി രാജീവ് സഭയിൽ പറഞ്ഞു. അംഗനവാടി ജീവനക്കാരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരുത്തുക, ജീവനക്കാരാക്കി മാറ്റുക, ഇതെല്ലാം പിന്നെ കേന്ദ്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. യൂണിയൻ ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. സംസ്ഥാനത്തിന്റെ ആവശ്യവും പൊതുവെ ഇടതുപക്ഷത്തിന്റെ ആവശ്യവും അതുതന്നെയാണ്. ഇത്തരം കാര്യങ്ങളിൽ തൊഴിലാളികളായി ഉൾക്കൊള്ളിക്കുന്നതിന് അംഗീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ യൂണിയൻ ഗവൺമെന്റ് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. വി എസ് അനു ആണ് സഭയിൽ നിന്ന് ചേരുന്നത്. അനു, അംഗനവാടി ജീവനക്കാരുടെ കാര്യമാണിപ്പോൾ ധനമന്ത്രി പറഞ്ഞത്. ആശമാരുടെ വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കപ്പെട്ടു. അടിയന്തര പ്രമേയത്തിന് അനുമതി കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ ഇന്ന് സഭയിൽ സംഭവിച്ചിരിക്കുന്നത് അനു? ലക്ഷ്മി, നജീബ് കാന്തപുരമാണ് ഇന്ന് സംസ്ഥാനത്ത് അംഗനവാടി ടീച്ചർമാരുടെ വേതന വർധനവ് ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം ഉയർത്തിക്കാട്ടി ഇന്ന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള റൂൾ 50 പ്രകാരമുള്ള ഉപക്ഷേപം സഭയിൽ അവതരിപ്പിച്ചത്. എന്നാൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് ആദ്യം ഇത് മറുപടി എന്ന രീതിയിൽ പി രാജു പറഞ്ഞത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വളരെ ഉദാരമായ സമീപനമാണ് എടുക്കുന്നത്. നേരത്തെ 5500 രൂപയായിരുന്ന അംഗനവാടി ടീച്ചർമാരുടെ ഓണറേറിയം അത് 13,000-ലേക്ക് എത്തിച്ചത് ഇടത് സർക്കാരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ നജീബ് കാന്തപുരം പറയുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ 27,000-ആക്കി വർദ്ധിപ്പിക്കണം എന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ എന്തുകൊണ്ടാണ് നിയമമന്ത്രിയുടെ വകുപ്പായ നിയമവകുപ്പ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇക്കാര്യത്തിൽ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് പി രാജീവ് അല്ലെങ്കിൽ നിയമവകുപ്പ് നൽകുന്നത് എന്നുള്ളതായിരുന്നു നജീബ് കാന്തപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഈ സുനിത വില്യംസ് അടക്കം ബഹിരാകാശത്തും താഴെ വന്നെങ്കിലും സർക്കാരും മന്ത്രിസഭയും ഒന്നും ബഹിരാകാശത്ത് താഴേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നില്ല. PSC അംഗങ്ങൾക്ക് അല്ലെങ്കിൽ KV തോമസിന് കയ്യിൽ പണം വെച്ച് കൊടുക്കുന്നു. എന്നാൽ അതേസമയം ആശാ വർക്കർമാരെയോ അംഗനവാടി ടീച്ചർമാരെയോ സാധാരണ തൊഴിലാളികളെയോ ഇടത് സർക്കാർ കാണുന്നില്ല. തുടർഭരണം കിട്ടിയതോടുകൂടി വലിയൊരു പരിണാമമാണ് സർക്കാരിനും CPIM നേതാക്കൾക്കും ഉണ്ടായിരിക്കുന്നത് എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനമാണ് നജീബ് കാന്തപുരം ഉയർത്തിയത്. ഈ ഒരു ഘട്ടത്തിലാണ് ആരോഗ്യമന്ത്രി ഏത് സമരത്തിന് മുഖത്ത് നിന്നാണ് ആരോഗ്യമന്ത്രി നിന്നിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചത്. ഈ ഘട്ടത്തിലാണ് ഭരണപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. അങ്ങനെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പാടില്ല എന്നുള്ള ഒരു റൂളിംഗ് അത് സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. മറുപടി പറഞ്ഞ പി രാജീവ് മൻമോഹൻ സിംഗ് ഏത് സമരത്തിന്റെ മുന്നിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ജയിലിൽ കിടന്നാണ് പ്രധാനമന്ത്രിയായതെന്ന് അടക്കമുള്ള തിരിച്ച് കൃത്യമായ മറുപടി അല്ലെങ്കിൽ ഉരുളക്കുപ്പേരി പോലുള്ള മറുപടി പി രാജീവും ഈ വിഷയത്തിൽ ഉന്നയിച്ചു. ഏതായിരുന്നാലും 39 ദിവസം ആകുന്നു ആശാ വർക്കർമാരുടെ സമരം. അംഗനവാടി ടീച്ചർമാരുടെ സമരവും വർക്കർമാരുടെ സമരവും നടക്കുന്നുണ്ട്. ഈ രണ്ട് സമരങ്ങളിലും സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയത്തിന് അല്ലെങ്കിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ഉപക്ഷേപം നോട്ടീസ് നൽകിയത്. നോട്ടീസ് അവതരണത്തിൽ ഇപ്പോൾ അനുമതി നിഷേധിച്ചതോടുകൂടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുകയാണ്. 550 രൂപയായിരുന്ന അംഗനവാടി ടീച്ചർമാരുടെ അല്ലെങ്കിൽ അംഗനവാടി വർക്കർ നജീബ് കാന്തപുരമാണ് സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അവിടെ VS അനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.